എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പാർട്ടി എല്ലാവരും ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഉറപ്പാണ്, എനിക്കറിയാം എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ട്രെയിൻ റിലേറ്റഡ്, റെയിൽവേ റിലേറ്റഡ് ഒരു IPO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ IPOന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി അവരുടെ IPO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റെയിൽവേ സേഫ്റ്റി, അതുപോലെ തന്നെ അതിനാവശ്യമായ ടെക്നോളജി, ഡിഫൻസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ പുതിയ IPO അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ജാനുവരി 7 അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാൻഡ് റേറ്റ് എന്താണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ടും വളരെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കമ്പനിയുടെ ഒരു ഓവർവ്യൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള നേട്ടം എന്താണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഈ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ കമ്പനിയുടെ കഴിഞ്ഞ കുറെ വർഷത്തെ അവരുടെ റവന്യൂ, അവരുടെ പ്രോഫിറ്റ് എന്താണ്, അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ഒരു ഓവർ അനാലിസിസ് നടത്താനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് ഒന്ന് നോക്കാം. ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി 2015 അത് ആരംഭിച്ചത് 2015 പഞ്ചാബിലെ മൊഹാലി എന്ന സ്ഥലത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവർ പ്രധാനമായി ചെയ്യുന്നതും റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജി. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ഉള്ളത് ജപ്പാനിൽ മാത്രമാണ്. ഇന്ത്യയിലും ഫ്യൂച്ചറിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലൊക്കെയാണ് റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ ഗവൺമെന്റ് എല്ലാം റെയിൽവേയുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും റെയിൽവേയും ഡിഫൻസിനും ഒക്കെ വളരെ മെച്ചപ്പെട്ട ഒരു രീതിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഒത്തിരി ബഡ്ജറ്റിൽ തന്നെ റെയിൽവേക്ക് വേണ്ടി ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേക്കും ഡിഫൻസിനും വേണ്ടിയുള്ള ടെക്നോളജി, അതുപോലെ തന്നെ ന്യൂ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. അഡ്വാൻസ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റമായ കവച് ഒക്കെയാണ്, അതായത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ടു പ്രിവെന്റ് ട്രെയിൻ കൊളിഷൻ. അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൊളിഷൻ കാരണം ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നതാണ് കവച്. കവച് പോലുള്ള അഡ്വാൻസ് ടെക്നോളജിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. രണ്ടാമതായി എടുത്ത് പറയേണ്ട കാര്യം സ്പെഷ്യാലിറ്റി കേബിൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 2 തരത്തിലുള്ള കേബിൾസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് ഡിഫൻസ് കേബിളും രണ്ടാമത്തേത് റെയിൽവേ കേബിൾസും. ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് പ്രസൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രസൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇവരുടെ മേജർ ക്ലയൻസ് വരുന്നത് ഇന്ത്യൻ റെയിൽവേയിലും അതുപോലെ തന്നെ ഡിഫൻസ് ഓർഗനൈസേഷനുമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെയിൽവേക്കും ഡിഫൻസിനും വേണ്ടിയുള്ള എക്യുപ്മെന്റ്സും ടെക്നോളജിയുമാണ് ഈ കമ്പനി പ്രധാനമായും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മേജർ ക്ലയൻസ് വരുന്നതും ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും അതുപോലെ തന്നെ ഡിഫൻസ് ഓർഗനൈസേഷനിൽ നിന്നുമാണ് ഇവരുടെ മേജർ ക്ലയന്റ് വരുന്നത്. രണ്ടാമത്തത്, അതായത് ഇനി നമ്മൾ ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസുമാണ് ഉള്ളത്. ഇനി നമ്മൾ ഇന്റർനാഷണൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ അവർ ഇന്റർനാഷണലി ഒന്നും എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അവർ IPOക്ക് വിട്ടിരിക്കുകയാണ്. IPOയിൽ നിന്ന് അവർക്ക് എന്തായാലും ഒരു നല്ലൊരു എമൗണ്ട് അവർക്ക് ലഭിക്കും. IPOയിൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്, എത്ര ഷെയർ ആണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആ എമൗണ്ട് കിട്ടുമ്പോൾ അവർ കൂടുതൽ അവരുടെ കമ്പനി എലാബറേറ്റ് ചെയ്യും, കൂടുതൽ എക്യുപ്മെന്റ്സും ടെക്നോളജീസും അവർ ഡെവലപ്പ് ചെയ്യും. അത് ഫ്യൂച്ചറിൽ വേറെ രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് ഈ കമ്പനി വളരെ വലുതാകാനും എക്സ്പോർട്ട് നടക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. നമുക്കിനി IPO ഡീറ്റെയിൽസ് നോക്കാം. ഇഷ്യൂ സൈസ് 275 കോടി രൂപയാണ് അവരുടെ ഇഷ്യൂ സൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 275 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രൈസ് ബാൻഡ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല, ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചായിരിക്കും നമുക്ക് ബാക്കി അനാലിസിസ് നടത്താൻ പറ്റുന്നത്. പ്രൈസ് ബാൻഡിനെ കുറിച്ച് ഇതുവരെ തന്നെ ഒരു അനൗൺസ്മെന്റും ഉണ്ടായിട്ടില്ല. പിന്നെ ഫേസ് വാല്യൂ പറയുന്നത് 10 രൂപയാണ് ഒരു ഇക്വിറ്റി ഷെയറിനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഞാൻ IPO ഡേറ്റ്സിനെ കുറിച്ച് ഓൾറെഡി എന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇത് തുടങ്ങുന്നത് ജാനുവരി 7, 2025 എന്തായാലും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ മികച്ച ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ എന്താണ് IPO എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. IPOനെ കുറിച്ച് അറിയാത്തവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെ ബേസിക്, ബിസിനസിന്റെ ബേസിക് അറിയാൻ വേണ്ടി ഫ്രീഡം ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീഡം ആപ്പിൽ ഇതുപോലെ ബിസിനസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ഓവർവ്യൂ മാത്രമാണ് ഈ കമ്പനിന്റെ IPO എന്താണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ജാനുവരി 7, 2025 ഇത് ക്ലോസ് ചെയ്യുന്നത് ജാനുവരി 9, 2025 വളരെ ലിമിറ്റഡ് ഡേറ്റേ ഉള്ളൂ. ആ ഡേറ്റ്സിനുള്ളിൽ നിങ്ങളുടെ IPO ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യൂ. പിന്നെ ഇതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എന്നാണ് നോക്കാം. ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 16, 2025 ഓൺ ബോത്ത് BSE ആൻഡ് NSEയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 16. പിന്നെ IPOയുടെ അലോക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. QIBs 75%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 15%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 10%. പിന്നെ ഈ IPOയുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ IPO അവർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് കൊണ്ടുള്ള പർപ്പസ് എന്താണ്, ഈ പൈസ കൊണ്ട് അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്.
ഇന്ത്യൻ റെയിൽവേയുടെ ഡെവലപ്മെന്റ് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വളർന്നു വരുന്ന ഈ റെയിൽവേക്ക് എന്തായാലും ടെക്നോളജീസും എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ കമ്പനിയുടെ വളർച്ച വരും വർഷങ്ങളിൽ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് അഡ്വാൻസ്ഡ് ഇന്റർലോക്ക് സിസ്റ്റം ഫോർ റെയിൽവേ സേഫ്റ്റിക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ഇന്റർലോക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡെപ്റ്റ് പേയ്മെന്റ് ആണ്. അതായത് ഒരു കമ്പനി ആകുമ്പോൾ അതിൽ കടം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ കടങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും അവർ ഈ IPO എമൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ട് എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്പനിയുടെ വളർച്ച. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഈ കമ്പനിയുടെ വളർച്ച എത്രത്തോളമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ആ ഒരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ വരും വർഷങ്ങളിൽ ഈ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുമോ കുറയുമോ എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്നും അറിയാതെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ മികച്ച ഒരു തീരുമാനമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ കഴിഞ്ഞ കുറെ വർഷത്തെ വളർച്ച എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫിസ്ക്കൽ ഇയർ 2020 മുതൽ 2021 വരെ, അതായത് 2020 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്പനിയുടെ റവന്യൂ 72.83 കോടി രൂപയാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാക്സ് വരുന്നത് 4.81 കോടി രൂപയാണ്. 20 മുതൽ 21 വരെയുള്ള കാലയളവിലെ നെറ്റ്വർത്ത് 13.71 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 6.600%. അടുത്ത് 2021 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലെ ഈ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 2021 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്പനിയുടെ റവന്യൂ 104.26 കോടി രൂപയാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 1.94 കോടി രൂപയും നെറ്റ് വർത്ത് വരുന്നത് 15.61 കോടി രൂപയുമാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 1.86%. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ 2020 മുതൽ 22 വരെയുള്ള ഗ്രോത്ത് ആണ് കണ്ടത്. ഇനി നമുക്ക് 2022 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്പനിക്ക് ഉണ്ടായ വളർച്ച എത്രയാണെന്ന് നോക്കാം. 2022 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്പനിയുടെ റവന്യൂ 155.81 കോടി രൂപയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 13.90 കോടി രൂപയും നെറ്റ് വർത്ത് വരുന്നത് 29.42 കോടി രൂപയുമാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 9.09%. എന്തായാലും കമ്പനിയിൽ വളർച്ചയുണ്ട്, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് റിലേറ്റഡ് ടു റെയിൽവേ ആൻഡ് ഡിഫൻസ് ആയതുകൊണ്ട് ഫ്യൂച്ചറിലും ഈ കമ്പനിക്ക് വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഏണിംഗ് പെർ ഷെയർ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 4.60 രൂപയാണ്. അതുപോലെ തന്നെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബാൻഡ് റേഷ്യോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ ബാൻഡ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ബാൻഡ് വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് വരുന്നത് 47.2%. ഇത് 2022 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിലെ ഒരു കണക്കാണ്. നമ്മൾ അടുത്ത് ഒരു മൊത്തത്തിലുള്ള ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് നടത്താൻ പോവുകയാണ്. ഇതിന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇനി ഫ്യൂച്ചറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ ഒന്ന് നമുക്ക് അനാലിസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയേണ്ടത് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ലൈൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കവച് പോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും അതിന്റെ ആ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ആണ്. കാരണം റെയിൽവേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് കവച്. പിന്നെ വരുന്നത് ഹൈ ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ 3 വർഷത്തെ അവരുടെ ഗ്രോത്ത് എല്ലാം അനലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കമ്പനി വളരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലും ഇത് വളരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രി ഫോക്കസ്. റെയിൽവേയിലും ഡിഫൻസിലുമാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ കമ്പനിയിലും ഗ്രോത്ത് ഉണ്ടാകാനുള്ളതും അതാണ്. ഇത് ഈ കമ്പനിയുടെ ഗ്രോത്ത് ആയിട്ടും നമുക്ക് സ്ട്രെങ്ത് ആയിട്ടും കണക്കാക്കാൻ സാധിക്കും. പിന്നെ ഈ കമ്പനിയുടെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ 2 എണ്ണമാണ്. ലിമിറ്റഡ് മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഓൺലി റിലേറ്റഡ് ഓൺ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ ആൻഡ് ഡിഫൻസ്. അപ്പോൾ ഈ ഒരു 2 സെക്ടറിൽ മാത്രമേ ഈ കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ ഇന്ത്യൻ റെയിൽവേക്കോ ഡിഫൻസിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ കമ്പനിയെയും ബാധിക്കാനുള്ള സാഹചര്യം വളരെ ഏറെയാണ്. അതുകൊണ്ട് ലിമിറ്റഡ് മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഇതിന് ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് രണ്ടാമതൊരു വീക്ക്നെസ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഹൈ ഡെപ്റ്റ് ലെവലാണ്. അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് റിലേറ്റീവ്ലി ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ഒത്തിരി പദ്ധതികൾ നമ്മുടെ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളിൽ എന്തായാലും റെയിൽവേക്കും ഡിഫൻസിലൊക്കെ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ പദ്ധതിയിലൂടെ ഈ കമ്പനിയുടെ വളർച്ചയും ഈ കമ്പനിക്കും കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു IPO സ്വീകരിച്ചതിന് ശേഷം അവർ ഫ്യൂച്ചറിൽ ഇപ്പോൾ
നാഷണലി മാത്രമേ അവരുടെ കൺസ്ട്രക്ഷനും ടെക്നോളജീസും യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിൽ ഒത്തിരി ഫണ്ട് ലഭിക്കുകയും അവരുടെ കമ്പനി വലുതാവുകയും ഈ ടെക്നോളജി ഇന്റർനാഷണലി നമുക്ക് യൂസ് ചെയ്യാൻ, അവരുടെ ടെക്നോളജിയും എക്യുപ്മെന്റ്സും ഇന്റർനാഷണലി യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. കമ്പനിയുടെ വേറൊരു പ്രശ്നം, കോമ്പറ്റീഷൻ ലെവൽ ഈസ് വെരി ഹൈ. വേറെ ഒത്തിരി കമ്പനികൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിക്കും കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 4 കമ്പനീസിന്റെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ആണ് നോക്കാൻ പോകുന്നത്. കോൺട്രന്റ് ഫ്യൂച്ചർ ടെക്, KE ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് കേബിൾസ്, ഹാവൽസ് ഇന്ത്യ എന്നീ 4 കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ്, റവന്യൂ എത്രയാണ്, കീ ഫോക്കസ് ഏരിയ എന്താണ്, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കോൺട്രന്റ് ഫ്യൂച്ചർ ടെക് നമുക്ക് എടുക്കാം. അതിന്റെ മാർക്കറ്റ് ഷെയർ എമർജിംഗ് ആണ്. അതുപോലെ തന്നെ റവന്യൂ 152.81 കോടി രൂപയാണ്. കീ ഫോക്കസ് ഏരിയ റെയിൽ സേഫ്റ്റി ഡിഫൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരുടെ കീ ഫോക്കസ് ഏരിയ റെയിൽവേയും ഡിഫൻസുമാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 2.32x ആണ്. അടുത്തത് KEI ഇൻഡസ്ട്രീസ്, അവരുടെ മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരുടെ റവന്യൂ വരുന്നത് 6233 കോടി രൂപയാണ്. അതുപോലെ തന്നെ അവരുടെ കീ ഫോക്കസ് ഏരിയ പവർ കേബിൾസ് ആണ്. നമ്മളുടെ കോൺട്രാക്ട് ഫ്യൂച്ചർ ടെക് ഫോക്കസ് ചെയ്യുന്നത് റെയിൽവേയും ഡിഫൻസും ആണെങ്കിൽ KE ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുന്നത് പവർ കേബിൾസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.29x ആണ്. അടുത്ത് ഫിനോലെക്സ് കേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയറും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരുടെ റവന്യൂ വരുന്നത് 4200 കോടി രൂപയാണ്. അതുപോലെ തന്നെ കീ ഫോക്കസ് ഏരിയ ടെലികോം ആൻഡ് പവർ ആണ്. അതുപോലെ തന്നെ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.03x ആണ്. ഇനി ലാസ്റ്റ് കമ്പനി ഹാവൽസ് ഇന്ത്യ. നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയർ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ റവന്യൂ വരുന്നത് 15700 കോടി രൂപയാണ്. പിന്നെ കീ ഫോക്കസ് ഏരിയ വരുന്നത് ഇലക്ട്രിക്കൽ ഗുഡ്സിലാണ്. പിന്നെ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.19x ആണ്. അടുത്ത് നമുക്ക് അവരുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കാം. ജാനുവരി 6, 2025 അവരുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിന്റെ ഡേറ്റ്. അതുപോലെ തന്നെ IPO ഏകദേശം അപ്രോക്സിമേറ്റ്ലി 60 രൂപയ്ക്കാണ് പെർ ഷെയർ അവരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഒരു ഓവറോൾ അനാലിസിസ്, അതുപോലെ തന്നെ അവരുടെ IPO എത്രയാണ്, എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ വളർച്ച എത്രയാണ് ഒക്കെ നോക്കി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ IPOയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. എന്തായാലും എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. പുതിയ വർഷം പുതിയ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്താവട്ടെ നിങ്ങളുടെ ആഘോഷം ആരംഭിക്കുന്നത്. ഇതുവരെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.